ഈ വീഡിയോയിലോട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഈ കാണുന്ന കുഞ്ഞുവാവയുടെ ശരിക്കുള്ള ഏജ് എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഈ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഈ കുഞ്ഞുവാവയ്ക്ക് ഏകദേശം 2 മാസത്തിനും 3 മാസത്തിനും ഇടയിൽ പ്രായമായിട്ടുണ്ട്. അമ്മയുടെ മുഖത്തേക്ക് നന്നായിട്ട് നോക്കുന്നുണ്ട്, നോക്കി ചിരിക്കുന്നുണ്ട്, അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. വെറുതെ ശബ്ദം ഉണ്ടാക്കുന്നതല്ല, അമ്മ സംസാരിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തിരിച്ച് കുഞ്ഞിൻ്റെ ഭാഷയിൽ കുഞ്ഞിനെ അറിയുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇതിനെയാണ് വോക്കലൈസേഷൻ. അതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അവരുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അതിനകത്ത് സോഷ്യലൈസേഷൻ വരും, നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരും, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് വരും, അവരുടെ ഇമോഷണൽ ആസ്പെക്റ്റ് വരും. അപ്പോൾ ഇതെല്ലാം വരണമെങ്കിൽ അവരുടെ ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ബ്രെയിനിൻ്റെ പല ഏരിയാസും തമ്മിൽ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് അതൊക്കെ നോർമലായിരുന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സോഷ്യലൈസ് ചെയ്യാനും പറ്റുള്ളൂ. ഓട്ടിസം, ADHD പോലുള്ള പല അസുഖങ്ങളുടെയും ഒരു ഏർലി ഫേസിൽ ഈ സോഷ്യലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ഏരിയാസിലായിരിക്കും പ്രശ്നം വരും. ഇതിനെപ്പറ്റി ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇത് മനസ്സിലാക്കാനും നേരത്തെ തന്നെ അതിന് വേണ്ട ഇൻ്റർവെൻഷൻസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുഞ്ഞുങ്ങളുടെ നോർമലാക്കി. 4 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ നമ്മളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് കാണിക്കാൻ തുടങ്ങും. 2 കൈയും 2 കാലും ഇട്ട് അടിച്ചിട്ട് അച്ഛനും അമ്മയും ഒക്കെ കാണുമ്പോഴത്തേക്ക് അവരുടെ അടുത്തോട്ട് പോകാൻ ശ്രമിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ നല്ല രീതിയിലുള്ള അവരുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു എർലി മൈൽ സ്റ്റോൺ. അടുത്ത് വരാൻ പോകുന്ന ഒരു മേജർ മൈൽ സ്റ്റോൺ ആണ് മിറർ പ്ലേ. നമ്മൾ കണ്ണാടിയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ കണ്ണാടിയിലേക്ക് നോക്കി അവരുടെ മുഖം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി എന്നത് ഏകദേശം ഒരു 5 മാസം. ഇതുവരെ എല്ലാവരോടും നല്ലോണം കളിക്കുന്ന കുഞ്ഞുവാവയായിരുന്നു. ആര് വിളിച്ചാലും അവരുടെ കൈ പോകും. പെട്ടെന്ന് ഒരു ദിവസം ആയപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ആരുടെയും കൈ പോവില്ല, അമ്മയുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ എപ്പോഴും നോക്കുന്ന ആരുടെയെങ്കിലും അടുത്ത് മാത്രമേ നിൽക്കുള്ളൂ. ഇതിനെയാണ് നമ്മൾ സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഏകദേശം ഒരു 6 മാസമൊക്കെ പ്രായമാകുമ്പോഴാണ്. 6 മാസമൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ പിന്നെ വേറെ ആരുടെ അടുത്തും പോവില്ല, പരിചയമില്ലാത്തവരെ കണ്ടാൽ കരയാൻ തുടങ്ങും. പിന്നെ 6 മാസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ വരുന്നുണ്ട്. അവരുടെ ഫീഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്ത് സ്പൂണിൽ അല്ലെങ്കിൽ ചെറിയ കപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കത് കുടിച്ചിറക്കാൻ പാകപ്പെടുന്ന ഒരു ഏജാണ് ഈ 6 മന്ത്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 6 മാസം ആകുമ്പോൾ നമുക്ക് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ. 6 മാസം കഴിഞ്ഞ് നമ്മൾ ഫീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ പതുക്കെ ഫീഡിങ് നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. വളരെ ഈസി ആയിരിക്കും ആ സമയത്ത് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യിപ്പിക്കാൻ. ഒരു 7-ാം മാസം 8-ാം മാസത്തിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ പ്രിഫറൻസ് തുടങ്ങും. അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം മാത്രമേ കഴിക്കുകയുള്ളൂ, മൂടുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ആ ശക്തിയായിട്ട് അടച്ചു വയ്ക്കാനൊക്കെ തുടങ്ങും. നമ്മൾ നിർബന്ധിച്ച് ഫീഡ് ചെയ്താൽ കുഞ്ഞുങ്ങൾ കുടിക്കാൻ മടി കാണിക്കും. അപ്പോൾ ഇതിനാണ് റെഫ്യൂസൽ ഓഫ് ഫീഡൊക്കെ പറയുന്നത്. അപ്പോൾ ഈ റെഫ്യൂസൽ ഓഫ് ഫീഡൊക്കെ വരുന്നത് ഒരു 7 മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ സ്പീച്ചിൻ്റെ അടുത്ത സ്റ്റേജിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് എത്തും. ആ സമയത്ത് പോളിസിലബിൾ സൗണ്ട്സ് അവരുണ്ടാക്കും. 8 മാസം 9 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഡെവലപ്പായി വരും. അവർ കൂടുതൽ സമയം അവരുടെ ടോയ്സിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങും. ടോയ്സ് വെച്ച് നല്ല രീതിയിൽ കളിക്കാൻ തുടങ്ങും. നല്ല രീതിയിൽ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. പ്രത്യേകിച്ച് എപ്പോഴും കെയർ കൊടുക്കുന്ന ആൾക്കാർ, ഇപ്പോൾ പാരൻസ്, ഗ്രാൻഡ് പാരൻസ് പോലുള്ളവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങും. അതുവരെ നമ്മൾ ടാറ്റ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ടാറ്റ കാണിക്കില്ല. അപ്പം ബൈ ടാറ്റയൊക്കെ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ആ ഒരു മൈൽ സ്റ്റോൺ വരുന്നത് 10 മന്ത്സ് ആകുമ്പോഴാണ്. 10 മാസം ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ടാറ്റ. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അമ്മമാരെ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങും. അവർ കാണാതെ പോയ ടോയ്സൊക്കെ, എല്ലാ ദിവസവും വെച്ച് കളിക്കുന്ന ടോയ്സൊക്കെ കാണാനില്ലെങ്കിൽ അത് തപ്പാനൊക്കെ തുടങ്ങും. പിന്നെ ആ സമയത്ത് നമ്മൾ കാണുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ് പാറ്റ കേക്ക് എന്ന് പറയും. അവർ ഇരുത്തിക്കഴിഞ്ഞാൽ അവർ 2 കൈ നിലത്തിട്ട് അടിച്ച് കളിക്കുന്ന ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നത് 10 മന്ത്സ്. 11 മാസമൊക്കെ ആകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുഞ്ഞുങ്ങൾ ജനൽ വഴി അല്ലെങ്കിൽ വാതിലിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ടോയ്സ് പുറത്തേക്ക് എറിയും, നമ്മൾ എടുത്തു കൊടുക്കണം, വീണ്ടും പുറത്തെറിയും, വീണ്ടും എടുത്തു കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൈൽ സ്റ്റോൺ കാണിക്കുന്നത് ഏകദേശം പാരൻസോ കെയർ ഗീവേഴ്സിനെയൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ അവരെപ്പോഴും പരാതിയായിരിക്കും, ഈ കുഞ്ഞ് എപ്പോഴും സാധനങ്ങൾ എടുത്ത് പുറത്ത് കളയും, ഞങ്ങൾ എടുത്തു കൊടുത്താലും വീണ്ടും എടുത്ത് കളയും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ. 1 വയസ്സാകുമ്പോഴത്തേക്ക് നമുക്ക് കുറേ മൈൽ സ്റ്റോൺസ് ഒരുമിച്ച് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് കുഞ്ഞുങ്ങൾ സപ്പോർട്ടില്ലാതെ നടക്കാൻ തുടങ്ങും, നമ്മൾ വിളിച്ചാൽ നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. നമ്മൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് എടുത്തു തരൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളത് ചെയ്യാൻ തുടങ്ങും. അച്ഛൻ വന്നു, അച്ഛൻ വാ എന്നൊക്കെ ഉള്ള പോലെയുള്ള 2 വാക്കുകൾ പറയാനും കുഞ്ഞുങ്ങൾ 1 വയസ്സെന്നുള്ളൊരു കട്ട് ഓഫ് ആയിട്ട് മനസ്സിൽ വയ്ക്കുക. ആ സമയത്ത് കുഞ്ഞുങ്ങൾ നല്ലോണം ഐ കോണ്ടാക്റ്റ് വേണം, നമ്മളുമായിട്ട് നല്ല ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണം, പലതരത്തിലുള്ള ടോയ്സ് വെച്ച് കളിക്കുന്നുണ്ടാവും. എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരെയും പരിചയമില്ലാത്ത ആൾക്കാരെയും തമ്മിൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റണം. ചെറിയ രീതിയിലെങ്കിലും അവർ സംസാരിച്ച് 1-2 വാക്കുകളെങ്കിലും അവർ അടുത്ത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു സമയമാണ് 1.5 വയസ്സ്. 1.5 വയസ്സാകുമ്പോഴത്തേക്ക് അവരെ സ്വയം ഫീഡ് ചെയ്യാൻ പഠിപ്പിച്ചു തുടങ്ങാം. അവർക്ക് സ്പൂൺ ഹാൻഡിൽ ചെയ്യാൻ പറ്റും നന്നായിട്ട്.
ഒരു പാത്രത്തിനകത്തോ എന്തെങ്കിലുമൊക്കെ ചെറിയ കഴിക്കുന്ന സാധനങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പൂണിൽ കോരി വായിലെടുത്ത് വെക്കാനുള്ളൊരു സമയമാവുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരർത്ഥവും ഇല്ലാതെ കഥ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനെ ജാർഗണിങ് സ്പീച്ച് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബോഡി പാർട്സ് ഒക്കെ പറയാൻ പറ്റും. മൂക്ക്, വാ, ചുണ്ട്, കണ്ണ്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സമയം കൂടെയാണ് 1.5 വയസ്സ്. ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസിന്റെ കാര്യം നമ്മൾ 1.5 വയസ്സ് വരെ പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട കുഞ്ഞുങ്ങൾ സ്പീച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, ഐ കോണ്ടാക്ട് നല്ല രീതിയിലുണ്ടോ, സോഷ്യൽ പ്ലേ ചെയ്യുന്നുണ്ടോ, പരിചയമുള്ള കുട്ടികളുമായിട്ട് അവരുടെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ടോ, അതുപോലെ വീട്ടിനകത്തുള്ളവരുടെ കൂടെ ഇരുന്ന് പലതരത്തിലുള്ള കളികൾ, കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അവരുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് എങ്ങനെയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.